നമ്മളിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് പരിചയപ്പെടുന്നത്. നൈസ് ടു മീറ്റ് യു. ഞാൻ ഒരു കാര്യം പറയട്ടെ സൂര്യ, നീ തമാശ കളിക്കില്ല. എന്റെ ഗ്യാങ് മെമ്പേഴ്സും എന്റെ ബ്രദേഴ്സ് എല്ലാം അവരെ വൈഫെല്ലാം ആയിട്ട് അവർ നിൽക്കുമ്പോ നീ ഇങ്ങനെ വളിയിട്ടിട്ട് പോവല്ല. അതും ഞാൻ ഒരു ലീഡറാണ്. എന്റെ ലീഡർ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഇതോ നീ കളഞ്ഞ് ഇനി നീ എന്റെ ഭാര്യന്റെ അല്ല എന്റെ മെമ്പേഴ്സിന്റെ മുമ്പിലും കൂടി എന്നെ നീ ഇതാക്കരുത്. എന്റെ ബ്രദേഴ്സിന്റെ മുമ്പിലും കൂടി ഗേൾ ഫ്രണ്ടിന്റെ മുമ്പിൽ നിന്റെ പരിപാടി തന്നെയല്ലേ വളിയിട്ടിട്ട് ഓടല്. എന്റെ ഞാനായിട്ട് എന്ന് പറയും. എടാ നിങ്ങൾ കേൾക്കണോടാ, ഞാനും ഓളുമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുമ്പോ ഇവൻ വന്നിട്ട് വളിയിട്ടിട്ട് ഓള് വിചാരിക്കും ഞാനാണ് വളിയിട്ടത്. അതാണ് ഇവന്റെ പരിപാടി. ഇബ്രാഹിം ഉസ്താദ് താങ്ക് യു ഫോർ ദ വളിക്കേസ് എന്നല്ലടാ, ഇവന്റെ പരിപാടി അതാന്ന്. ഇവന്റെ പരിപാടി അതാന്ന്. അതായത് ഞാനും വല്ല മലയിൽ ഓക്കാങ്കിൽ ഇവൻ ഇല്ലാണ്ട് നടക്കൂല. മനസ്സിലായോ? ഓക്കാങ്കിൽ ഇവൻ ഇല്ലാണ്ട് നടക്കൂല. ഏതെങ്കിലും മലയിൽ കയറിയിട്ട് നമ്മൾ കിസ് ചെയ്യാൻ വേണ്ടിട്ട് 1 മണിക്കൂർ കൂടിയിട്ട് സൂര്യ കുട്ടിയാ ഇവനൊന്ന് കൊഞ്ചിക്കാൻ നിൽക്കണ്ടേ മോളെ, പണി കിട്ടും. ഉള്ള കാര്യം ഞാൻ പറയാലാ. ഇവനെ കൊഞ്ചിക്കാൻ നിൽക്കണ്ട. നീ ആകെ ഡേറ്റിൽ എത്രയല്ലേ ഉള്ളൂ? ഞാൻ എന്താ കേക്കണേ? ഇതെന്താ ഹായ് 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 അവന്റെ ഡയലോഗ് എന്താണെന്നറിയോ? അവൻ സാധാരണ അവനക്ക് അറിയാവുന്നത് സാധാരണ അവൻ ഏഞ്ചൽസിനെ കണ്ടിട്ടുള്ളത് ഗോഡിന്റെ അടുത്താ. ഞാൻ ഇന്നലെ സെമിത്തേരി നിൽക്കായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ സെമിത്തേരിയിലെ ഒരു ഏഞ്ചലെ കാണുന്നതാണ്. ഇതെന്താ എല്ലാരും ഹായ് ഹായ് സൂര്യ നീ ഇങ്ങ് പാടാ മാമ, നിന്റെ തീർത്തരങ്ങ. ഞാൻ ഒരു കാര്യം ഇബ്രാഹിം ഉസ്താദ് താങ്ക് യു ഫോർ ദ ഡബ്ല്യു മെമ്പർഷിപ്പ്. ഒരു മിനിറ്റ് സീക്രട്ട് ആയിട്ട് സംസാരിക്കണം. കുട്ടി വരുന്നുണ്ടോ? വന്നോ? ഇതെന്താ ഈ ചെയ്യുന്നട സൂര്യ? വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കല്ലേ മോനെ. ന്യൂ മോഡൽ പുതിയ വളിയാണോ? ന്യൂ മോഡൽ കാഫി കാഫി നമുക്ക് സൂര്യനെ കാഫി ഒരു സ്ഥലത്ത് പോകണ്ട്. വണ്ടിയുടെ ഹോസ്പിറ്റലിൽ പോവാ. വണ്ടി എടുക്കാം. ഈ വണ്ടി എടുക്കാൻ പറ്റൂലേ? അല്ല ഞാൻ വണ്ടി അല്ലാണ്ട് വണ്ടി മേടിക്കാം. അല്ലല്ല ഇവനെയും കൊണ്ടൊരു സ്ഥലത്ത് പോകാനുണ്ട്. അത് ഞാൻ ഇവന് കാണിച്ചു കൊടുക്കാം. കേറ്. ഇത് നമുക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്താ ചാറ്റിന് എന്താ പറ്റിയത് ഗൈസ്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? ചാറ്റിന് പിരാന്തായോ? ഇതെന്താ നിങ്ങൾക്ക് ആയത്? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എടുക്കും. ഒരു കാര്യമുണ്ട്. അത് വേണം. ഹോസ്പിറ്റലിൽ സെർലക്ക് വാങ്ങാൻ പോണ്. അതെ സെർലക്ക് വാങ്ങാൻ. എന്ത് പറ്റി? എന്ത് പറ്റി? എന്താ പറ്റിയത്? ബഫറിംഗ് ഉണ്ടോ? അല്ലാണ്ട് റബ്ബുൽ ബഫറിംഗ് ഉണ്ടോ ഗൈസ്? ബഫറിംഗ് ഉണ്ടോ? ഏപ്രിൽ ഫുൾ നായിന്റെ മക്കളെ നിനക്കൊന്നും വേറെ പണിയില്ലടാ മൈര. ഏപ്രിൽ ഫുള്ളാ. ഞാൻ തരാം. ഏപ്രിൽ ഫുള്ള്
നായ്ക്കളെ വെറുതെ ആളെ കുട്ടനാക്കിയത് നീ എന്നെ ഞാൻ എന്ത് ചെയ്തടാ നിന്നോടല്ലോ ഞാൻ എന്ത് ചെയ്ത് എന്തിനാടാ എന്നെ ഇങ്ങനെ വെറുതെ പൊട്ടനാക്കുന്നത് എനിക്ക് 24 പേര് ഇടയ്ക്കൊരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് എനിക്ക് മാത്രമാണോ വെറുതെ കാര്യം കേട്ടാ ഉള്ള കാര്യമാണ് കായപ്പാന്ന് പക്കാ കായപ്പാ ഇത്. ഹലോ എടാ ഹോസ്പിറ്റലിലേക്ക് വാ വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ. വാ, വാ, വാ. ഇത് സാർ ഇവിടുത്തെ സീനിയർ ഡോക്ടർ ഒന്ന് കാണാൻ പറ്റുമോ? ഏറ്റവും നല്ല സീനിയർ ഡോക്ടർ ഒന്നിങ്ങോട്ട് വരും. സീനിയർ ഡോക്ടറും കാഫിയും മാത്രം അല്ല ഒന്നിങ്ങ് വന്ന് ഇങ്ങ് വന്ന് സ്പീഡ് ഓനാടെ എത്തിക്കേ. ഡോക്ടർ ഞാനൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ്. ഞാനൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ്. കാരണം എൻ്റെ ഒരു അനുജനല്ല, ഞാൻ അനുജനെ പോലെ കാണുന്ന ഒരാളുണ്ട്. അത് ആ കൊച്ചിയർക്കനുണ്ടല്ലോ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള അവനൊരു പ്രശ്നമുണ്ട്. അതായത് ഇവൻ അതായത് ഞാനും ഗേൾ ഫ്രണ്ടുമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല മൂഡിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ലീഡറാണ്, ഒരു ഫാമിലീൻ്റെ ലീഡറാണ് ഞാൻ. അപ്പം നമ്മൾ വല്ല മീറ്റിങ്ങിലും കാര്യങ്ങളിലെല്ലാം ഞാൻ ഭയങ്കര മെച്ചൂർഡായിട്ട് ഭയങ്കര നല്ല രീതിയിൽ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയം ഇവൻ വന്നിട്ട് വളിയിട്ടിട്ട് പോകും. കേൾക്കുന്നുണ്ടോ? അത് ഭയങ്കര സ്മെല്ലും ആണത്. അപ്പോൾ ഓൻ്റെ കുണ്ടിയിൽ എന്തെങ്കിലും ഇട്ട് അടക്കാൻ പറ്റുമോ? അല്ല സോറി അങ്ങനെയല്ല, മീൻസ് എന്തെങ്കിലും ഇതിനെന്തെങ്കിലും ഓപ്പറേഷനോ എന്തെങ്കിലും പരിപാടി ഇനി ചെയ്യാൻ പറ്റുമോ? നാച്ചുറൽ ആയിട്ടല്ല, രണ്ട് മിനിറ്റില് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഇത് നമുക്ക് സഹിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാം. സൂര്യ ഇങ്ങ് വാ. സാറിനുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ സാർ. സാറിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആളാകുമ്പോഴത്തേക്ക് തയ്ച്ചെങ്കിൽ സൂര്യ നീ അല്ല ഡോക്ടർ സാർ ഇവന്റെ വളി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നോ? അത് നീ അവിടെ ഒന്ന് വിട്ടുകൊടുക്കടാ സൂര്യ. നാച്ചുറൽ സൂര്യന്റെ കുണ്ടി എന്ന് ഞാൻ പൊട്ടിക്കും, മനസ്സിലായോ? ആണോ? സാറെ കേട്ടോ സമീർ മാമല്ല കണ്ട ഡോക്ടർ, ഇവൻ എന്റെ പേരിലിട്ടിടും, മനസ്സിലായല്ല? ഇവൻ എന്റെ പേരിലിടും. ഇതാ ഇവന്റെ പരിപാടി ഇതാണത്. സ്ഥിരമായിട്ട് ഇങ്ങനെ വളിയിടും. നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് ഇങ്ങനെ വളിയിട്ടിട്ട് ഇവൻ നമ്മളെ പേരിലിടും. നമുക്ക് എന്തായാലും ആളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും പ്രശ്നമാണ്. അല്ല കുണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ? അല്ല അത് പറ്റില്ല. അല്ല ഡോക്ടറെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊരു കുപ്പിയിലാക്കി നിറച്ചിട്ട് ടെസ്റ്റ് ചെയ്യലല്ലേ നല്ലത്? സാർ ഒരു കുപ്പിയില് നിറച്ച് ടെസ്റ്റ് ചെയ്തോടെ? കൊടുത്തു എടാ നിക്കേ, സൂര്യ മുട്ടായി മേടിച്ചേരാ. അത് എവിടെ പോയി? അതാ ഇത് മറ്റേ ആൾക്കാർ മോർച്ചറിയാൻ പറ്റാതെ ഇത് ഇങ്ങ് വാ സാറേ. ഇതാ നിങ്ങൾ ICU-ലെല്ലാം കേറിയിട്ടേ സാറേ ഇത് ഇടുന്ന് തന്നെ നടത്തിക്കോ. ഇതിന്റെ ഉള്ളിൽ കയറ്റി വിട്ടെ, ഇനി പുറത്തേക്ക് വരണ്ട. ഇവൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടെ. സൂര്യ കമോൺ കട്ടിലേക്ക് ചെറിയൊരു ഉറുമ്പ് അടിക്കുന്ന വേദന കാണാം. അതെ ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന. എന്ത് എടാ ഇതിനൊന്നും ഇല്ലടാ. ചെറിയൊരു സാധനം
അതാ അങ്ങനെയാണെങ്കിൽ സാറിന് നമുക്കൊരു ഫുൾ ബോഡി ഷെമീർ ഒന്ന് കാണിച്ചെടുക്കും ഷെമീറിനെ ഒന്ന് കുത്തിയിട്ട് അതൊന്ന് കണ്ടിട്ടുണ്ടല്ലോ കേട്ടോ. ഞാൻ റെഡിയാ ഇതെങ്ങനെയാണ് കിടക്കല്? ഒരു പേയ്മെന്റ് ചെയ്യണ്ടേ സാറേ? 2CR ആണ്. എങ്ങനെ? 2CR കാഫി സ്പീഡോ കാഫി ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കിപ്പോ ഇവന്റെ വളി അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അതൊന്ന് ശ്വസിച്ചാ പോരെ. ഞാൻ പറയട്ടെ, ഇത് ശിവർക്ക് നമുക്ക് മാസ്ക് മേടിച്ചിടാം. അത് കൊടുക്കാം എന്തായാലും നമുക്ക് 5 മാസ്ക് മേടിച്ചാലോ? അല്ല ഷെമീർ പ്രശ്നമുണ്ട്, അവൻ 2CR കൊടുത്തു, ഷെമീറിനെ കുത്തു ഇനി. സാർ എന്തായാലും കിടന്നോ, കയറിയിട്ട് കിടന്നു. ഇതെങ്ങനെയാ? ഷെമീർ അല്ലാ ഉമ്മ അല്ലാ ഞാൻ സാറിന്റെ ബ്ലഡ് ഒന്ന് എടുക്കുന്നുണ്ട്. എടുത്തോ. ഈ രണ്ടു കോടി ഞാൻ തരൂല കേട്ടാ, ഇവൻ തന്നെ തരും. ഞാൻ തരാൻ പോകുന്നില്ല. ചെറിയൊരു ഉറുമ്പ് അടിക്കണ വേണ്ടിട്ടോ സാറേ? കുഴപ്പമില്ല. കൈയിട്ട ഡോക്ടറെ. അല്ല നിക്കർ സാറേ സാമാനം ചെറുതായിട്ടൊന്ന് കുത്താൻ പോകണേ. വണ്ടിയുടെ എഞ്ചിനായത് അണ്ടീന്റെ അടുത്ത് ചെറിയൊരു അല്ല അങ്ങനല്ല, അതല്ല ഇത് ഈ തലന്റെ അടുത്തുള്ള അണ്ടി ഉണ്ടല്ലോ, ഈ രണ്ട് കശുവണ്ടി. കൈയിട്ടെടുത്തിട്ട് പോലെ എങ്ങനെ? കൈയിട്ട് നോക്കണ സൂര്യ നീ എന്തിനാ എന്റെ സാമാനെല്ലാം കയറി പിടിക്കുന്നത്? ഇവനെ പിടിച്ചു മാറ്റിയാ. സാറിന്റെ ബ്ലഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ല ഇനി ഇവനെ ഈ സൂര്യനെ സാറേ എന്താന്ന് വെച്ചാല് അടുത്ത സൂര്യ സാർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പോംവഴി അറിയണില്ല. അതെ ഇവൻ ഒന്നാമത്തെ കാര്യം ഇവനെല്ലാം അറിയില്ല, ഇവൻ ഇത്രയും വളിയിടുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്നാമത് ഇവൻ അറിയില്ല. കൺട്രോൾ അവന്റെ കയ്യിൽ, അവന്റെ കുണ്ടിന്റെ കൺട്രോൾ അവന്റെ കയ്യിലല്ല. അതെ കുണ്ടി വേറെയും ഇവൻ വേറെയാണ്. റിമൂവിങ് ഷമീർ ബ്രെയിനോ എടാ നായ്, ഞാൻ അതിനെ അറിഞ്ഞു. അല്ല ഡോക്ടറെ എന്താന്ന് വെച്ചാൽ ഇവനെ ഒന്ന് പെട്ടെന്ന് ചെയ്യും ഡോക്ടറെ, ഇവന്റെ ഈ വളീന്റെ രോഗം ഒന്ന് മാറ്റി കൊടുക്കും. ഇവന്റെ അച്ഛനോടും അമ്മനോടും ഞാൻ പറഞ്ഞു ഒരു മാറ്റമില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇവന്റെ അച്ഛനെ അമ്മനെ. അല്ല പോയി കത്തി സുഭാഷ്